ഭൂജല വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന കുഴൽക്കിണർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാരമേറിയ യന്ത്രഭാഗങ്ങൾ കയറ്റുകയും ഇറക്കുകയും സൈറ്റ് സൂപ്പർവൈസർ നിർദ്ദേശിക്കുന്ന മറ്റു ജോലികളും ചെയ്യുന്നതിനാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാറ്. ഇത്തരക്കാരെ ഓഫീസ് ജോലികൾക്ക് നിയോഗിക്കാറില്ല. എന്നാൽ ഈ നിയമനങ്ങളിൽ ക്രമക്കേട് നടക്കുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ ജില്ലാ ഓഫീസർ വിമൽ രാജിനെ ഫോണിൽ ബന്ധപ്പെട്ടു. അങ്ങനെ വേക്കൻസി ആയിട്ട് നമുക്ക് CLR എടുക്കുന്നത് വേക്കൻസി ആയിട്ടില്ല. ഉള്ള ദിവസങ്ങളിൽ വർക്കിനെ സഹായിക്കുവന്നേ ഉള്ളൂ, അല്ലാതെ കാര്യങ്ങൾ എടുക്കുന്നില്ല. ആലപ്പുഴയിലെ ഭൂജല വകുപ്പ് ഓഫീസിന് കീഴിൽ 6 കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റുകളാണുള്ളത്. ഇതിന് പരമാവധി 30 താൽക്കാലിക ജീവനക്കാരുടെ ആവശ്യമേ ഉള്ളൂവെന്ന് ഭൂജല വകുപ്പ് ഡയറക്ടർ നൽകിയ വിവരാവകാശ രേഖ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ആലപ്പുഴ ജില്ലാ ഓഫീസിൽ ജോലി ചെയ്യുന്നത് ഇത്തരത്തിൽ 51 പേർ. ഇവരിൽ ഒട്ടുമിക്കവരും മാസത്തിൽ എല്ലാ പ്രവൃത്തി ദിവസവും ജോലിക്കെത്തുന്നതായും ദിവസവും 396 രൂപ നിരക്കിൽ 10,000-ന് മേൽ പ്രതിമാസം വേതനം കൈപ്പറ്റുന്നതായും വിവരാവകാശ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൂജല വകുപ്പ് ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന നിലയിൽ മാത്രമാണ് കുഴൽക്കിണർ നിർമ്മാണം ഏറ്റെടുക്കുന്നതെന്നും രേഖകളിൽ പറയുന്നു. അതായത് 51 പേരിൽ കുറച്ചധികം പേരെങ്കിലും പണിയെടുക്കാതെ വേതനം പറ്റുന്നു എന്ന് ചുരുക്കം. ഭാരമേറിയ യന്ത്രഭാഗങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ജോലിയാണെങ്കിലും 2 സ്ത്രീ ജീവനക്കാരെയും ഇത്തരത്തിൽ നിയമിച്ചിട്ടുണ്ട്. ദിവസവേതനക്കാരായ ഇവർക്ക് ഓഫീസ് ചുമതലകൾ നൽകി എന്നതാണ് ഏറ്റവും രസകരം. ഇത്തരം വസ്തുതകൾ താൽക്കാലിക നിയമനങ്ങളിലെ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. 1 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ജില്ലാ ഓഫീസറും ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ പെങ്ങളുടെ മകൻ പോൾസണും പിന്നെ വകുപ്പ് ഡയറക്ടർ ബാബു എം ജോസഫും ചേർന്നിട്ടാണ് ഈ അഴിമതികൾ മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്നുള്ളവരാണ് താൽക്കാലിക നിയമനം ലഭിച്ചവരിൽ അധികവും. ഇത്രയും പേരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും പല പഞ്ചായത്തുകളിലും ഭൂജല വകുപ്പിന്റെ പേരിൽ നടന്നത് സ്വകാര്യ കമ്പനിയുടെ കുഴൽക്കിണർ നിർമ്മാണമാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. പഞ്ചായത്ത് രേഖകളിൽ ഭൂജല വകുപ്പ് നടത്തിയ നിർമ്മാണം എന്ന് രേഖയുണ്ടെങ്കിലും വകുപ്പിന്റെ രേഖകളിൽ ഇത് കരാർ നിർമ്മാണമാണ്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം പ്രേംലാൽ, മീഡിയ 1, ആലപ്പുഴ.